സ്ട്രെസ് അടിച്ച് മടുത്ത് ടെൻഷനായിട്ടിരിക്കുമ്പോൾ കാണാൻ പറ്റിയ ഒരു നല്ല സൂത്തിങ് ആയിട്ടുള്ള മൂവി പറഞ്ഞുതരാം. പെർഫെക്റ്റ് ഡേയ്സ് എന്നാണ് മൂവിയുടെ പേര്. ആൻഡ് 2023 ഇത് റിലീസ് ചെയ്തതാണ്. മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഹിരയാമ എന്ന് പറയുന്ന ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ജപ്പാനിൽ താമസിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഡെയിലി ലൈഫാണ് നമ്മൾ കാണുന്നത്. ഒരു 1 വീക്കോളം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർഡിനറി ആയിട്ടുള്ള റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ബോറിംഗ് ആയിട്ടുള്ള ലൈഫാണ് നമ്മൾ കാണിക്കുന്നത് മൂവിയുടെ ഡയറക്ടർ. ആൻഡ് അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നു, അദ്ദേഹത്തിൻ്റെ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നു, ആൻഡ് ഒരു കപ്പ് ഓഫ് ക്യാൻഡ് കോഫിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ജപ്പാനിലെ പബ്ലിക് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും, ഓ ഇത് എത്ര ബോറിംഗ് ആയിട്ടുള്ള ഒരു ജോലിയായിരിക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. ലൈഫിലെ കുഞ്ഞു കാര്യങ്ങളാണ് അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കുന്നത്. അദ്ദേഹത്തിനൊരു ക്യാമറയുണ്ട് ആൻഡ് ഓൾസോ കുറച്ച് കാസറ്റുകളുണ്ട്, കുറേ ഓൾഡ് സോങ്സ് ഉള്ള കാസറ്റ്, പിന്നെ കുറച്ച് ബുക്സ് ഉണ്ട്. ഇതിലാണ് അദ്ദേഹം ഡെയിലി ഇങ്ങനെ സന്തോഷം കണ്ടെത്തി ജീവിക്കുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഇടയിൽ ലഞ്ച് കഴിക്കാൻ പോയി ഒരു പാർക്കിലിരിക്കുന്നുണ്ട്. അപ്പം അവിടെ അദ്ദേഹം ഈ ക്യാമറ യൂസ് ചെയ്ത് ഈ നമ്മുടെ ലീവ്സിൻ്റെ ഇടയിൽ കൂടെ സൺലൈറ്റ് വീഴുന്നതിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ പിന്നുള്ളൊരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് ലൈഫിലെ എത്രത്തോളം ചെറിയൊരു കാര്യത്തിനും നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റും, നമ്മുടെ മനസ്സിന് സന്തോഷം തരാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. ആൻഡ് ഓൾസോ ഈ കഥയിൽ ഭയങ്കര വലിയ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യവും നടക്കുന്നില്ല. ഈ ഒരു ഡെയിലി ലൈഫ്, ആ ലൈഫിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ ഇൻസിഡൻറ്റുകൾ മാത്രമാണ്. ആൻഡ് അതിലൊരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നെഫ്യൂ അദ്ദേഹത്തെ കാണാൻ വരുന്നു. അവരുടെ ഒരുമിച്ച് അവർ സൈക്കിൾ ചവിട്ടി പോകുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ നെഫ്യൂവിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ആൻഡ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അത് പറയുന്നത് ഇങ്ങനെയാണ്: ഖോന്തോ വാ ഖോന്തോ, ഇമ വാ ഇമ. എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഈസ് നെക്സ്റ്റ്, നൗ ഈസ് നൗ. അതിന് ഭയങ്കര വലിയൊരു ഫിലോസഫിക്കൽ ഡെപ്ത് ഉണ്ട്. അതിലൂടെ നമ്മുടെ സ്റ്റോറി ടെല്ലർ കൺവേ ചെയ്യുന്നത് ഫോക്കസ് ഓൺ ദിസ് പ്രസൻറ്റ് മൊമെൻറ്റ്. ലൈക്ക് നമുക്ക് ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. സോ ബി പ്രസൻറ്റ് ആൻഡ് എൻജോയ് ദിസ് മൊമെൻറ്റ്. അങ്ങനെ ആ മൂവി പോകുന്നു. ആൻഡ് ഈ മൂവിക്ക് ഒരുപാട് അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ വിം വെൻഡേഴ്സ് ആണ്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ആക്ടറിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കോജി യാക്കുഷോ എന്നാണ്. ആൻഡ് ഇതെൻ്റെ കംഫർട്ട് മൂവിയാണ്. ലൈക്ക് എപ്പോഴെങ്കിലും നമ്മൾ ലൈഫിൽ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കര സമാധാനം തരുന്നൊരു മൂവിയാണിത്. സോ അങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിവ് ഇറ്റ് എ വാച്ച്, യു ലവ് ഇറ്റ്.